തോട്ടം തൊഴിലാളികളുടെ മിനിമം വേതന പ്രശ്നം പരിഹരിക്കാൻ ക്രിയാത്മകമായ സമീപനം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി. മറ്റന്നാൾ നടക്കുന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. രാവിലെ പുതുപ്പള്ളിയിൽ പെമ്പിള്ളை ഒരുമൈ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മിനിമം വേതന പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സ്ത്രീ തൊഴിലാളികൾ മുഖ്യമന്ത്രിയോട് ആവർത്തിച്ചാവശ്യപ്പെട്ടു. പ്രശ്നപരിഹാരത്തിന് ക്രിയാത്മകമായ ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും മറ്റന്നാൾ നടക്കുന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. 29-ാം തീയതി വീണ്ടും യോഗം ചേരുന്നുണ്ട്. അതായത് ഞാനിന്നിപ്പം ഇവരുമായിട്ട് ചർച്ച ചെയ്തു. ഇവരുമായിട്ടുള്ള ചർച്ചയിലും എനിക്ക് പൂർണ്ണ സംതൃപ്തിയാണ്. ഇന്നലെ ചേർന്ന PLCയിൽ പരിഹാരമുണ്ടാകാത്തതിലെ അതൃപ്തി സ്ത്രീ തൊഴിലാളികളും പങ്കുവച്ചു. ഈ ചർച്ച തീരാതെ പോയാൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. മന്ത്രിക്ക് അവിടെ എത്താൻ സാധിക്കാത്തതിലാണ്. ഞങ്ങൾക്ക് ഈ 29-ാം തീയതി മന്ത്രി വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതേസമയം സ്ത്രീ തൊഴിലാളികൾ പങ്കെടുത്തില്ലെങ്കിലും തോട്ടം തൊഴിലാളി സമരം വിജയിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ പറഞ്ഞു. 3 ലക്ഷം തൊഴിലാളികളിൽ ആരെങ്കിലും 1-2 പേര് പണിമുടക്കിയില്ല എന്നത് പണിമുടക്ക് പരാജയപ്പെട്ടു എന്ന് പറയാൻ കാരണമല്ല. ഈ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളുടെ ആവശ്യം മിനിമം കൂലി 500 രൂപ കിട്ടുക എന്നുള്ളതാണ്. അത് നേടിയെടുക്കുന്നതുവരെ പണിമുടക്ക് തുടരും. തോട്ടം മേഖലയിൽ ട്രേഡ് യൂണിയനുകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. ടാക്സ് ഇളവുകൾ, വൈദ്യുതി ചാർജ് ഇളവ് എന്നിവയുൾപ്പെടെ തോട്ടമുടമകൾ സർക്കാരിന് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ പരിഗണിച്ച് അവരെ അനുനയിപ്പിക്കാനാണ് സർക്കാർ ശ്രമം. ഇതിലൂടെ മിനിമം വേതന പ്രശ്നം സമവായത്തിലെത്തിക്കാനാകുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. പ്ലാന്റേഷനുകളിലെ പ്രൊഡക്ടിവിറ്റിയും കൂലിയും ബന്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് തോട്ടമുടമകളുടെ നിലപാട്. തൊഴിലാളികൾക്ക് വീട് വെച്ച് നൽകുന്നതുൾപ്പെടെയുള്ള ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന വാദത്തിലും പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഉറച്ചു നിൽക്കും. പ്രൊഡക്ടിവിറ്റിയും കൂലിയും ബന്ധിപ്പിച്ചുള്ള ചർച്ചകൾ അംഗീകരിക്കില്ലെന്ന് ട്രേഡ് യൂണിയനുകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.